വിഭാഗീയതയ്ക്കും വിവാദങ്ങൾക്കും ഒടുവിൽ മലപ്പുറം പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി ഷംസു പുതുമ അധികാരമേറ്റു. നിലവിലുണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ലിബാസ് മൊയ്തീൻ രാജിവെച്ചതിനെ തുടർന്നാണ് തീരുമാനം. ഇരുവരും മുസ്ലിം ലീഗ് അംഗങ്ങളാണ്. മാസങ്ങൾ നീണ്ട തർക്കങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിലാണ് പെരുമണ്ണ ക്ലാരി പഞ്ചായത്തിലെ ഭരണപ്രതിസന്ധിക്ക് അയവ് വന്നത്. 2.5 വർഷത്തിനു ശേഷം പ്രസിഡന്റ് ഒഴിയണമെന്ന ധാരണ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ലിബാസ് മൊയ്തീൻ ലംഘിച്ചുവെന്നായിരുന്നു ഒരു വിഭാഗത്തിന്റെ ആരോപണം. എന്നാൽ ഇത്തരമൊരു തീരുമാനം ഉണ്ടായിട്ടില്ലെന്നും മറുവിഭാഗം വാദിക്കുന്നു. ഇതോടെയാണ് സ്ഥാനം രാജിവെക്കാനുള്ള തീരുമാനം വൈകിയത്. ഇതിനിടയിൽ വികസന സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം ഷംസു പുതുമ രാജിവെച്ചിരുന്നു. പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റികളുടെ ഇടപെടലും പരിഹാരമാകാത്തതിനെ തുടർന്നാണ് ജില്ലാ കമ്മിറ്റി വിഷയത്തിൽ പരിഹാരം കണ്ടത്. ഇതോടെ ഷംസുവിനെ പ്രസിഡന്റായി നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. 16 സീറ്റുള്ള പഞ്ചായത്തിൽ പ്രതിപക്ഷത്തിന് 4 അംഗങ്ങളാണുള്ളത്. ഇതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരവും വന്നു. PK സെയ്തു ആയിരുന്നു LDFന്റെ സ്ഥാനാർത്ഥി. മുല്ലഞ്ചേരി ശ്രീരേഖ നാമനിർദ്ദേശം ചെയ്തു. TP നജ്മിയായിരുന്നു പിന്താങ്ങിയത്. ഷംസു പുതുമയുടെ പേര് നിർദ്ദേശിച്ചത് മുൻ പ്രസിഡന്റ് ലിബാസ് മൊയ്തീൻ ആയിരുന്നു. ഷാജു കാട്ടകത്ത് പിന്താങ്ങി. 4-നെതിരെ 12 വോട്ടുകൾക്കായിരുന്നു ഷംസുവിന്റെ വിജയം. താനൂർ ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജുമേലത്തായിരുന്നു വരണാധികാരി. സത്യപ്രതിജ്ഞ ചെയ്ത് ഷംസു അധികാരമേറ്റു. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടും യഥാർത്ഥ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വാസത്തോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കോൺഗ്രസിന്റെ ജസ്റ്റിന ടീച്ചർ വൈസ് പ്രസിഡന്റായി തുടരും. അതേസമയം ജലജീവൻ പദ്ധതിയുടെ ഫണ്ട് ഭരണസമിതി അടയ്ക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കാത്തതാണ് കഴിഞ്ഞ ഭരണസമിതിയിൽ പ്രതിസന്ധി ഉടലെടുത്തത്. ഈ വിഷയത്തിൽ സുതാര്യത വേണമെന്നും വികസന സ്ഥിര സമിതി സ്ഥാനം ലിബാസ് മൊയ്തീൻ നൽകണമെന്നുമാണ് ഇദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ആവശ്യം നേതൃത്വം പരിഗണിച്ചതായാണ് ലഭിക്കുന്ന വിവരം. കടുത്ത വിഭാഗീയതയിൽ പ്രതിസന്ധി ഉടലെടുത്ത പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്തിൽ പ്രശ്നങ്ങൾ താൽക്കാലികമായെങ്കിലും അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം. മലബാർ ടൈംസ്, താനൂർ.